ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ലൈ ചെയ്ത റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ആണിത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത റീപ്ലേസ്മെൻറ്റ് ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. അതായത് ഇ-കോം വഴി എനിക്ക് ഡെലിവേർഡ് ആയതാണ്. ഇങ്ങനെ ഒരു പാക്കേജ്, പുറത്ത് ഇങ്ങനെ ഒരു പാക്കേജിലാണ് നമുക്ക് ഈ കൊറിയർ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പാക്കേജ് കട്ട് ചെയ്ത് അകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് ഇവിടെ ഉണ്ട്. ഞാനിവിടെ വാങ്ങിയ ഹെഡ്സെറ്റ് ഇൻഫിനിറ്റിയുടെ ഗ്ലൈഡ് 120 ആണ്. അതിനാണ് ഞാൻ വാറൻറ്റി അപ്ലൈ ചെയ്തിരുന്നത്. അതേ പ്രോഡക്റ്റ്, സിമിലർ കളറിൽ അതേ കളറിലുള്ള അതേ പ്രോഡക്റ്റാണ് നമുക്ക് അവർ റിട്ടേൺ അയച്ചിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അപ് ടു 7 hours ഇത് നമുക്ക് ചാർജ് നിൽക്കും. അതുപോലെ തന്നെ ഇത് മാഗ്നറ്റിക് ഇയർബഡ്സ് ആണ്. പിന്നെ ഇത് നമുക്കിത് 3 ബട്ടൺ, അതായത് വോളിയം ബട്ടണും അതുപോലെ തന്നെ ഒരു പവർ ബട്ടണും ഉണ്ട്. IPX5 സ്പ്ലാഷ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല, സ്പ്ലാഷ് പ്രൂഫ് ആണ്. ബാക്ക് സൈഡിലായിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്ത് ഈ പ്രോഡക്റ്റിന് വാറൻറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വാറൻറ്റി അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇനി ഈ ബോക്സ് പാക്കേജ് തുറന്ന് നമ്മുടെ പ്രോഡക്റ്റ് നോക്കുമ്പോൾ അകത്ത് ഒരു കേസിലാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് കേസിലാണ് ഈ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കും ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ബുക്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ, അതായത് JBLൻ്റെ ബ്രാൻഡിൻ്റെ AKG അവരുടെ ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിച്ച് നമുക്ക് ഈ ഹെഡ്സെറ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മുടെ ഹെഡ്സെറ്റിനെ കേസിൽ നിന്ന് പുറത്തെടുക്കാം. ഈ ഹെഡ്സെറ്റിൻ്റെ കൂടെ വരുന്നത് ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ 2 ഇയർബഡ്സ് കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡ്സെറ്റിലേക്ക് നോക്കാം. ഈ ഹെഡ്സെറ്റിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ 3 സ്വിച്ചസ് ഉണ്ട്. അതായത് വോളിയം അപ്പും ഡൗണും അതുപോലെ തന്നെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ചാർജിങ് പോർട്ടും വരുന്നു. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ഇയർ ടിപ്സിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് അവർ ഇൻഫിനിറ്റി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാഗ്നറ്റിക് ഇയർ ടിപ്സ് ആണ്. അതായത് 2 ഇയർ ടിപ്സും നമുക്ക് മാഗ്നറ്റായിട്ട് ജോയിൻ്റ് ആയിരിക്കും. ഈ ഇയർ ടിപ്സിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു റബ്ബർ ബാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇയറിലേക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കാൻ ഒരു റബ്ബർ ബാൻഡിങ് കൂടെ ഇയർ ടിപ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹെഡ്സെറ്റിനെ പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 seconds നമ്മുടെ ഈ പവർ ബട്ടണിനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ലൈറ്റിംഗ് വരും. അതായത് ഒരു റെഡും ബ്ലൂയും ഒരു കോമ്പിനേഷനിൽ ലൈറ്റ് ബ്ലിങ്ക് ആയി കത്തും. അപ്പോൾ അങ്ങനെ കത്തുമ്പോഴാണ് ഈ ഡിവൈസ് ഓൺ ആയി നടത്തും. അതുപോലെ തന്നെ ഒരു ഡിവൈസിനോടെയും പെയർ ആയിട്ടില്ല എന്ന് കാണുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ഗ്ലൈഡ് 120 എന്ന് വരും. അപ്പോൾ അതിലേക്ക് കണക്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കണക്ട് കൊടുക്കുമ്പോൾ ഇവിടെ കീഴെ പെയർ എന്നൊരു ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് ആദ്യം പെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പെയർ ചെയ്യാം. ഇപ്പോൾ ലൈറ്റിംഗ് നോക്കണേ. ഇപ്പോൾ നമുക്ക് ഒന്നും പെയർ ആവാതിരിക്കുമ്പോൾ ഒരു ബ്ലിങ്കായി യെല്ലോ, ഇത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ കത്തും. അപ്പോൾ പെയർ ആകുമ്പോൾ ഒരു ബ്ലൂ കളർ കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്ലിങ്കായി കത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പെയറിംഗ് നോട്ടിഫിക്കേഷൻ. ഫസ്റ്റ് ടൈം മാത്രം അങ്ങനെ പെയർ ചെയ്താൽ മതി. നമ്മുടെ ഇനി ഹെഡ്സെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളും. അതുപോലെ തന്നെ ഈ ഹെഡ്സെറ്റിനെ പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പവർ ബട്ടണിനെ പ്രസ് ചെയ്ത് ഒരു 5 seconds ഹോൾഡ് ചെയ്യണം. ഒരു 5 seconds ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളർ ലൈറ്റിംഗ് മാറിയിട്ട് ഒരു റെഡ് കളർ ലൈറ്റിംഗ് വന്നിട്ട് പോകും. അപ്പോൾ അതാണ് ഇത് പവർ ഓഫ് ആയെന്നുള്ള നോട്ടിഫിക്കേഷൻ. ഹെഡ്സെറ്റിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബേസ് ഈ പ്രോഡക്റ്റിനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഡ്യുവൽ ഈക്വലൈസർ ഉണ്ട്. അതായത് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ബേസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റിൻ്റെ ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. മ്യൂസിക് നിങ്ങൾക്ക് എത്രത്തോളം കേട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 1300 അറൗണ്ട് വന്നു. ഇപ്പോൾ ആമസോണിൽ ഇത് 1100 ആ പ്രൈസ് എന്തോ ആണ്. എനിക്കിത് JBL നിന്ന് അയച്ച റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്ന് അതിൽ ആ ബോക്സിൽ കൊടുത്തിരുന്നത് 3000 ആണ്. ആ ബോക്സിൽ കൊടുത്തിരുന്നത് ആമസോണിൽ ഇത് 1100 ആണ്. ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു നല്ല ഹെഡ്സെറ്റ് തന്നെയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.